ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ക്ലീനിങ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. കുറേ സമയം വൈകി, ഭരണിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മടി പിടിച്ച കാരണമാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വേഗതയിൽ തന്നെ ചെയ്യുന്നുണ്ട്, കാരണം കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിലെ റൂമിലെ ഷെൽഫാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ ഷെൽഫാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭരണിക്ക് നമുക്ക് പേലയുള്ള കാരണം അധികം ആരും വരുന്നില്ല. സാധാരണ നമ്മൾ 19 പേരൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരാറുണ്ട്. പ്രാവശ്യം അങ്ങനെയില്ല. പക്ഷേ കുറച്ച് പേര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലത്തെ റൂമിലേക്ക് തന്നെ എല്ലാവരും വരിക. അപ്പോൾ നമ്മൾ അടിയിലത്തെ റൂം പരമാവധി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ റൂം എല്ലാം ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിമുടി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അൽമരൊക്കെ ക്ലീൻ ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര ഹറിബറിയായിട്ടാണ് ചെയ്തത്. നമ്മൾ ഇത്രയും നേരത്തെ ചെയ്തു തുടങ്ങിയിട്ട് വരെ ലാസ്റ്റ് മിനിറ്റിലും പണിയുണ്ടായിരുന്നു. എന്നാലും വലിയ കട്ട പണി ഉണ്ടായിരുന്നു, സമാധാനമായിരുന്നു. അപ്പോൾ ഞാൻ ഷെൽഫിലെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് തുണികളിൽ അടക്കി വെക്കുന്നുണ്ട്. എൻ്റെ ഷെൽഫൊക്കെ ഞാൻ തലേദിവസം മറ്റാണ് ചെയ്തത്. കാരണം അത് പെട്ടെന്ന് വൃത്തികേടാവുന്നുണ്ട്. ഞാനത് തലേദിവസമാണ് ചെയ്തത്. പിന്നെ മെയിൻ ഒരു കാര്യം, ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിച്ചാൽ നമ്മളിതൊക്കെ ചെയ്ത ശേഷമാണ് അച്ഛൻ വിചാരിച്ചു പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊരു കുട്ടി കുറേ ചുമരുകളിലൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ നീറ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കിയതൊക്കെ സത്യം പറഞ്ഞാൽ ഒന്നും കൂടി അപ്പോഴും ഒരു കൊട്ടപ്പണി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഫുള്ളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ കുറച്ചും കൂടി വീട് നല്ല നീറ്റായി കേട്ടോ. നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെ ചുമരൊക്കെ നല്ല ക്ലീൻ ആയപ്പോൾ തന്നെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞങ്ങളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ധ്രുക്കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ആ വാളിൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ധ്രുക്കുട്ടി തന്നെ അതിൽ ഓരോ ക്രയോൺസും അതൊക്കെ വെച്ച് വരച്ച് അവിടെ ആകെ വൃത്തികേടായി. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫോട്ടോസ് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് എന്തോ സർപ്രൈസ് പോലെ അങ്ങനെ ചെയ്ത് കൊടുത്തതായിരുന്നു അത്. അപ്പോൾ അതൊക്കെ നാശമായി. എന്നിട്ട് സമയം കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് മാറ്റണം, അവിടെ നിന്ന് റൂം ക്ലീൻ ആക്കണം. ഇനി അതൊന്നും അവിടെ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തെ റൂമിൽ ജനലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലത്തെ ജനലും കാര്യങ്ങളൊക്കെയാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പൊടിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചേച്ചീനെയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭരണിയുടെ ഒരു 2 ദിവസം മുന്നേ ഒരു ചേച്ചി വന്നിട്ട് ആ ചേച്ചി മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് തുടച്ചടച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വീടൊരു 3-4 വട്ടം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പറയാം. കാരണം ഞാൻ ഒരു വട്ടം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്ന തലേദിവസം നമ്മളൊന്നും കൂടി നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ജനലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ചുമരുമൊക്കെ ഇതൊരു കുട്ടി വരച്ചിട്ടതാണ്. നമ്മൾ റൂമിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റൂമിലൊന്നും അവൾ വരയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ അവൾ പിന്നെയും കാണാണ്ടൊക്കെ വരച്ച് തുടങ്ങിയ റൂമും വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലും ചെറിയ രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഫൈനൽ ലുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമായിരുന്നു. പക്ഷെ നമുക്ക് പറ്റിയില്ല. ആ സമയത്ത് എല്ലാവരും വരുമ്പോഴൊക്കെ നോർമൽ നമുക്ക് ആൾക്കാർ വരുമ്പോഴൊക്കെ നമ്മളെപ്പോഴും വീട് അതുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ഇതാവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭരണിയുടെ വീഡിയോസും ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പേരൊക്കെ വന്നിരുന്നു, പക്ഷെ നമുക്ക് ആ തിരക്കും കാര്യങ്ങളും കാരണം ഞാൻ വിചാരിച്ച പോലെ ഭരണിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ മുന്നത്തെ തന്നെ ഭരണിയുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭരണി കാണാൻ പോകാനും മര്യാദയ്ക്ക് പറ്റിയില്ല. ഞങ്ങൾ പോകുമ്പോഴേക്കൊക്കെ ഏതാണ്ട് ഉത്സവം കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ കാര്യങ്ങൾ പോണു. അപ്പോൾ അത് ഞാൻ ജനൽ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഡോസ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് കാരണം ഡോറുകളും ഒന്നും കൂടി വെക്കാണ് കേട്ടോ. പെട്ടെന്ന് ഈ ജനലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ. പക്ഷെ നമുക്ക് വല്ലപ്പോഴാണ് അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മാസ്ക്, ഞാൻ മുന്നൊന്നും ഇതുപോലെ മാസ്ക് ഒന്നും വെച്ച് ചെയ്തിരുന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ടെസ്റ്റ് അലർജിയാണെന്ന് അറിയില്ല. പിന്നെ ഈ ക്ലൈമറ്റും കാര്യങ്ങളല്ലേ, പെട്ടെന്ന് തുമ്മലൊക്കെ നന്നായിട്ട് വരും കേട്ടോ. പിന്നെ ഈ വക കാര്യങ്ങൾ നന്നായിട്ട് പൊടിയുണ്ടാവും. ഇത് തുടച്ചപ്പോൾ തുമ്മലൊന്ന് ഉറപ്പാണ്. കാരണം നമ്മളെപ്പോഴും വൃത്തിയാക്കാത്ത സ്ഥലങ്ങളാണല്ലോ ജനൽ കാര്യങ്ങളൊക്കെ, നല്ല പൊടി മാറാലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം മുക്ക് കെട്ടി ചെയ്യുന്നതാണ്. പിന്നെ ഭരണിയും കാര്യങ്ങളാണ്, എന്തെങ്കിലും അസുഖം വന്ന് കിടക്കണ്ട എന്നുള്ളത് കൊണ്ടും ചെയ്യുന്നതാണ് കേട്ടോ.
അപ്പോൾ അപ്പോഴത്തേന് നമ്മുടെ ഷെൽഫിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയ സമയം കൊണ്ട് ചേട്ടൻ അങ്ങനെ ആക്കി തീർത്താണ്. ചേട്ടൻ കുറേ എന്തൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് അതിൽ നിറച്ച് വയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു ബോക്സിലേക്ക് എടുത്ത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നന്നായിട്ട് ഷെൽഫൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെൽഫിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ അലമാരിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പടി പിടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ച് ഇതിലേക്ക് തന്നെ റീപ്ലേസ് ചെയ്ത് അവിടെ തിരിച്ചിവിടേക്ക് വെക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പീഡിലാണ് കേട്ടോ, നന്നായിട്ട് നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കുട്ടി കുറച്ച് ചില ഗ്യാപ്പുകൾ അവിടേക്ക് പോകുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരം കൊണ്ടൊക്കെയാണ് ചെയ്ത് തീർക്കുന്നത്. പിന്നെ ഇതിൽ കൂട്ടിയിട്ട് കുറച്ച് മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്കായിട്ട് മാറ്റി വെച്ചു. കാരണം ഈ ഒരു കാലാവസ്ഥയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും കാര്യങ്ങളും വരും. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ നമ്മൾ റൂമിൽ തന്നെ വെക്കും. കാരണം രാത്രി കിടക്കാൻ നേരത്തെ കൊടുക്കാനുള്ളതൊക്കെ ഞാൻ റൂമിൽ തന്നെ വെക്കും. വിക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഈ ഗിറ്റാർ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഗിറ്റാർ ഒരു പൂതിക്ക് വാങ്ങിച്ചതാണ് ഇത് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നടന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരവസ്ഥ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭംഗിക്ക് ഒരു ഷോപ്പീസ് പോലെ ഇരിക്കുന്നത് മാത്രം. പിന്നെ ഈ ബുക്സൊക്കെ ചേട്ടൻ്റെയാണ് കേട്ടോ. ചേട്ടൻ വായിക്കുന്ന ബുക്സുകളൊക്കെയാണ്. അപ്പോൾ അതങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗിറ്റാറൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനതൊന്ന് വായിച്ച് നോക്കിയിട്ട്, കാരണം കല്യാണം കഴിഞ്ഞ ആ സമയത്താണ് അത് ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയിട്ടില്ല. അല്ലാണ്ട് പിന്നെ എന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഈ ഒരു ലാപ്പ് നാശമായതാണ് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് ഷെൽഫിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളും കൊടുക്കണം. സ്ക്രൂ ഡ്രൈവർ ചേട്ടൻ്റെ മെയിൻ പരിപാടിയാണ്. ജോലിക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഈ ടേബിൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് ചിലവർക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഇങ്ങനെ എപ്പോൾ ടേബിൾ ഷീറ്റ് ഇട്ടാലും ചേട്ടൻ ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്ത് അതിന്മേൽ എന്തെങ്കിലുമൊക്കെ കളഞ്ഞ് അത് ആകെ വൃത്തികേടാക്കും. ആ ഫസ്റ്റ് ദിവസം തന്നെ നശിപ്പിക്കുന്ന കാരണം ഞാനിപ്പോൾ ടേബിൾ ഷീറ്റ് ഇടാണ്ടായി. പക്ഷെ ഇപ്പം ഞാൻ അടുത്തൊരു നമ്മൾ മീഷോന്ന് ഒരു ടേബിൾ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് എന്തായാലും ആയാലും തുടച്ചെടുക്കാമെന്നുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ടെഡി ബെയറും കാര്യങ്ങളൊക്കെ തിരുകുട്ടിക്ക് അവളുടെ 90-നോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്തൊക്കെ കിട്ടിയത് ഗിഫ്റ്റ്സുകളാണ് കേട്ടോ. കുറേ ടെഡി ബേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് കളിക്കാനും എത്ര എണ്ണം വെച്ച് കളിക്കും. അപ്പോൾ ഒന്നിനെ ഞാൻ എടുത്തിട്ട് ഇതിങ്ങനെ ഒരു കവറിലായ കാരണം ഞാൻ അതിനെടുത്ത് ഷെൽഫിലേക്ക് വെച്ചതാണ്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അവിടുത്തെ കുറേ മാറാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് റൂമിലൊക്കെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ തുമ്മൽ വരും കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ ക്ലൈമറ്റിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ റൂം നല്ല രീതിയിലൊന്ന് പൊടി തുടച്ച് കൊടുക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ടേബിൾ നന്നായിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ടേബിൾ മേലിൽ പഴയ ഒരു ടേബിളാണ്. അതിൻ്റെ ഏകദേശം അതിൻ്റെ പണി തീർന്നിട്ടുള്ള ടേബിളാണ് കേട്ടോ. അപ്പോൾ അത് ടേബിളിൽ നിറച്ച് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി കത്തിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ തലേദിവസം തന്നെ കത്തിച്ച് എല്ലാം നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിന് ബെഡ്ഷീറ്റ് ഞാൻ ഒന്ന് മാറാലടിക്കാമെന്നൊക്കെ വിചാരിച്ചു, തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാറാലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിച്ചില്ല. പിന്നെ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ മാറ്റിയില്ല. ബെഡ്ഷീറ്റ് പകരം ഞാൻ മടക്കി ഇട്ടിട്ടാണ് ഞാൻ അവിടെ മാറാലൊക്കെ അടിച്ചത്. കാരണം ബെഡ്ഷീറ്റ് ഇപ്പം തന്നെ മാറ്റി കഴിഞ്ഞ് പിന്നെ വലിയ പൊടി കയറി വെച്ചിട്ട് ഞാൻ രാത്രി നൈറ്റ് കയറിയപ്പോഴാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇട്ട ബെഡ്ഷീറ്റ് തന്നെ ഇട്ട് ഞാൻ മടക്കി വെച്ചുള്ളൂ കേട്ടോ. പിന്നെ രാത്രി ഇങ്ങനെന്തോ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ആ വോളിൽ കാണുന്ന എല്ലാ സ്റ്റിക്കറുകളും ഇതൊരു കുട്ടിയുടെ ആ ഒരു ഫോട്ടോ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞു കണ്ടോ. ആ വോളിൽ മൊത്തം നമ്മൾ വരച്ചതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക്, ക്യൂടെക്സ് അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഡൈനോസർ അത് എൻ്റെ ചേച്ചിയുടെ മോളുടെയാണ് കേട്ടോ. അവൾക്ക് ഇതുപോലെ കുറേ ടോയ്സ് ഉണ്ട്. അപ്പോൾ കുറേ ടോയ്സൊക്കെ അവൾ ഉപയോഗിക്കാതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ധ്രുക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ധ്രുക്കുട്ടി ഇപ്പോൾ ഈ ഡൈനോസറിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുക. അങ്ങനെ നമ്മളത് തുടയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്ലാൻസൊക്കെ വേറെ ഉണ്ടായിരുന്നു. നമ്മൾ ആ മേലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് പൊടി തട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ചൂല് വെച്ചിട്ട് മേലെയുള്ള നമ്മുടെ റാക്ക് ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വാക്യൂം ചെയ്യാമെന്ന് ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസാനമായപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ലാണ്ടായി, സമയം ഒന്നിനും കിട്ടണ്ടായി. അപ്പോൾ ഞാൻ ഈ തുടയ്ക്കേണ്ട ഇടയിൽ പെട്ടെന്ന് ഞാൻ എന്തോ കണ്ടപ്പോൾ അലമാര എന്തോ ഞാൻ അതുമെന്ന് ഞാൻ ഒന്ന്
പൊടി തട്ടിയെടുത്ത് പെട്ടെന്ന് കുറേ മാറാൽ വീണതാണ് കേട്ടോ. അതാണ് പെട്ടെന്ന് അവിടെ കുറേ ഒരു അഴുക്ക് പോലെ കണ്ടത്. തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്തപ്പോൾ കുറച്ച് മാറാൽ വീണതാണ്. അപ്പോൾ അതും ഞാൻ എടുത്ത് വൃത്തിയാക്കി തുടച്ച് പുറത്തേക്ക് കളഞ്ഞു. അങ്ങനെ മെയിൻ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ബാത്റൂമും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി ഷെൽഫ് വൃത്തിയാക്കൽ വേറെ ദിവസം. ഇതൊരു നൈറ്റാണ് ചെയ്ത്. ഷെൽഫ് പെട്ടെന്ന് വൃത്തിയാക്കി കഴിയില്ല, അപ്പോൾ അത് നൈറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറേ സാധനം നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് വൃത്തികേടാവുന്ന ഒരു സ്ഥലമാണ് ഈ ഷെൽഫ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഷെൽഫിൽ അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ ഇരിക്കുന്നതൊന്നും കണ്ടുകൂടാ. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇവർ കുറേ സാധനങ്ങൾ വന്നു കയറും. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മാറ്റി, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കടലാസും കാര്യങ്ങളൊക്കെ മാറ്റി ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് അതും ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നീറ്റായി. ഇനി അത് ഒരു സൈഡിലേക്ക് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് പൊടി തുടച്ചു. വേറൊരു ദിവസം ഇതുപോലെ തന്നെ ഞാൻ ആ ഷെൽഫിൽ ഞാനായിട്ടാണോ ആ ഒരു പേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ, പൊടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ പേപ്പർ ഇപ്പോൾ പൊടി പിടിച്ചു. ഇനി എപ്പോഴേലൊക്കെ അതും മാറ്റണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വന്നപ്പം നമ്മൾ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചില്ല. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയുള്ള കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചുമരുകളാണ് മെയിനായിട്ട് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് ചേട്ടനോട് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ചേട്ടൻ പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടോ കുറേ ടോയ്സ് ഉണ്ട് ധ്രുക്കുട്ടിയുടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടോയ്സും കാര്യങ്ങളൊന്നും ഷെൽഫിൽ വെക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ നമുക്ക് സ്ഥലമില്ല, ഇതൊക്കെ ഒന്ന് കൊണ്ട് വെക്കണ്ടേ എവിടെയെങ്കിലും. ഇപ്പോൾ എപ്പോഴെപ്പോഴും ടോയ്സ് കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ ഷെൽഫിൽ വെക്കത്തക്ക രീതിയിലൊരു രണ്ടുമൂന്നെണ്ണം ഞാൻ അത് പാക്കും കൂടി പൊളിച്ചിട്ടില്ല. കുറേ പാവകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ വലുതാകുമ്പോൾ പാവകളൊക്കെ വെച്ച് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിള്ളേർക്കായാലും കുറച്ച് ടോയ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്കതൊരു മടുപ്പാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊക്കെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്. ആർക്കും കൊടുക്കാനാണെങ്കിൽ അതും പറ്റില്ല, സമ്മതിക്കില്ല. അത് കാരണം എനിക്ക് കൊടുക്കുമ്പോൾ പിന്നെ അത് അത്യാവശ്യമായിട്ട് മാറും. അത് കാരണം അതങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കൊടുക്കത് ചേട്ടൻ എനിക്ക് പണ്ട് തന്നിട്ടുള്ള നമ്മൾ ഒരു നൊസ്റ്റാൾജിയല്ലേ, പണ്ട് ഭയങ്കര ആഗ്രഹമുള്ള സാധനമായിരുന്നു ഈ പട്ടി. നമ്മൾ കോയിൻ വയ്ക്കുമ്പോൾ പട്ടി വന്ന് പിടിക്കുന്ന ഒരു എന്താ പറയുക, കോയിൻ ബോക്സാണത്. ആ സംഭവം എനിക്ക് ചേട്ടതുപോലെ പണ്ട് കല്യാണത്തിന് മുന്നേക്ക് എനിക്ക് തന്നിട്ടുള്ള ഒരു സമ്മാനമാണ് കേട്ടോ, ഒരു ഗിഫ്റ്റായിരുന്നു. ബർത്ത്ഡേക്ക് എന്ന് തന്നിട്ടുള്ളായിരുന്നു. ഞാൻ പണ്ടൊരു ആഗ്രഹം പറഞ്ഞിട്ട് ആളത് ഓർത്ത് തന്നതായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു കുട്ടി കളിച്ചിട്ട് എൻ്റെ വാതിലൊക്കെ പോയി, പട്ടിയൊക്കെ പോയി. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളതിവിടെ ഷോപ്പീസ് പോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ഗുളികകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അത് മാറ്റി ആവശ്യമുള്ള ഗുളികകൾ മാത്രം എടുത്തു. പിന്നെ നമ്മൾ നല്ല രീതിയിലേക്ക് കാരണം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വായിച്ച് നോക്കാൻ കേട്ടോ, കാരണം വല്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മിസ്സാകാൻ പാടില്ലല്ലോ. അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് തോന്നിയ കടലാസുകൾ മാത്രമാണ് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യമുള്ള എന്താ പറയുക, ഇങ്ങനത്തെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ വേറെ ഷെൽഫിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇവിടെ വെക്കണം. ഷെൽഫ് എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പീസ് വയ്ക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമില്ല. എന്നാലും അങ്ങനെ വൃത്തികേടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ കളയാനുള്ള സാധനങ്ങളാണ് ഒട്ടേക്ക് കാണുന്നതൊക്കെ, അതൊക്കെ പോയിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഇത് കുട്ടി അത് നല്ലൊരു പാവയായിരുന്നു കേട്ടോ. ആ പാവയുടെ മുഖമൊക്കെ അതുപോലെ നെയിൽ പോളിഷ് ചടിച്ചു. അതിപ്പോൾ നെയിൽ പോളിഷ് മാറ്റിയപ്പോൾ ആ പാവയുടെ മൊത്തം മുഖം പോയി. അങ്ങനെ നമ്മുടെ ഷെൽഫൊക്കെ സെറ്റായി ക്ലീൻ ആയിട്ടുണ്ട്. പിറ്റേ ദിവസമായപ്പോഴും കണ്ടില്ലേ, ഞാൻ ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി സെറ്റ് ചെയ്ത് വെച്ച സ്ഥലമാണ്. പക്ഷേ പെയിൻ്റ് അടിക്കാർ വന്നു പെയിൻ്റ് അടിക്കാൻ. അപ്പം ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് പിന്നെയും ക്ലീനിങ് ചെയ്യണം. കാരണം അവർ വന്ന സ്ഥിതിക്ക് അവരെല്ലാം സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഞാൻ പിന്നെയും അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ആ ചെയ്ത ക്ലീനിങ്ങൊക്കെ ഒന്നും കൂടി ചെയ്തു. മറ്റേ ജനലേ കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നല്ല, പക്ഷേ മൊത്തത്തിൽ വീടൊന്ന് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മുടെ ടി വി വെക്കുന്ന സ്റ്റാൻഡ്, ടി വിയുടെ ഭാഗത്തൊരു മേശയാണ്. അപ്പോൾ അവിടെ ഞാനിതുപോലെ അപ്പോൾ അവരവിടെ വൃത്തിയാക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരിക്കാൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വിചാരിച്ചു അപ്പോൾ അവരൊരു റൂം പെയിൻ്റ് അടിക്കുമ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് അപ്പുറത്തേക്ക് മാറുമ്പോൾ ഞാൻ അവിടെ വന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അവർ പറയും മോളെ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാം കൂടി അവസാനം ക്ലീൻ ചെയ്ത് നിങ്ങൾ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് എൻ്റെ ക്ലീനിങ് കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ അതാ ഈ ടീപ്പോയി നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ചു. അതൊക്കെ ഞാൻ ഏകദേശം തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്കും ഒരു ചേട്ടൻ അവിടേക്ക് പെയിൻറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. കാരണം അവിടെയും ഇതൊരു കുട്ടി ഓരോന്നൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വോളും പെയിൻറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മളെ ജനാലൊക്കെ ഞാൻ ഓൾറെഡി കർട്ടൻസൊക്കെ കഴുകിയിട്ട് ഉണക്കിയതായിരുന്നു. പക്ഷേ പെയിൻ്റ് അടിക്കുന്ന കാരണം കർട്ടൻസും കാര്യങ്ങളൊക്കെ പിന്നെയും ഊരി മാറ്റി. അതൊക്കെയാണ് നമുക്ക് ഒന്ന് ഇരട്ടിപ്പണി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വട്ടം ഊരിയതാണ്. കർട്ടൻ ഊരാച്ചാൽ ഫ്രണ്ടിലത്തെ കർട്ടൻ ഊരൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഊരി ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടതാണ്. അതൊക്കെ നമുക്ക് രണ്ടാമത് ഊരേണ്ടി വന്നു. പെയിൻ്റ് അടിക്കാനുള്ള പ്ലാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ അത് കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, എല്ലാം നല്ല രീതിയിൽ നീറ്റായി. അപ്പോൾ അതാ ഞാൻ കുറച്ച് വയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും എന്താ ചേട്ടൻ പെയിൻ്റ് അടിക്കാൻ വന്നു. ആ ചേട്ടൻ പെയിൻ്റ് അടിച്ച് പോയ വഴിക്ക് തന്നെ ഞാൻ ആ ഹോളപ്പം തന്നെ അവിടെ കുറച്ച് അവർ ആ ചുരണ്ടി ശേഷമാണ് അവിടെ പെയിൻ്റ് അടിക്കുന്നത്. കാരണം അവൾ എഴുതി വരച്ചത് സാധനങ്ങളൊക്കെ ചുരണ്ടി കളഞ്ഞ ശേഷമാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ കുറേ പൊടി ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്തു. ഇപ്പോൾ താഴത്തെ ബെഡ്റൂം അതുപോലെ തന്നെ അടിമുടി വൃത്തിയാക്കേണ്ടി വരുന്നു പിന്നെ കേട്ടോ. കാരണം അവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഷെൽഫാണ്. ഈ ഷെൽഫിൻ്റെ മേലെ ഇതുപോലെ തന്നെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ, അവർ ആ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സാധനമൊക്കെ തിരിച്ച് കയറ്റി വെച്ച് അവിടെ നിന്ന് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള കുറച്ച് ബക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി കഴുകിയിട്ടാണ്. ഞാൻ പെട്ടെന്ന് സ്പീഡിൽ കാണിച്ചതാണ്. നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകി നല്ല വെയിലത്തൊക്കെ വെച്ചത് ഉണക്കിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഷെൽഫാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്, തുണിയൊക്കെ മടക്കി വെക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ ഭരണിയുടെ തലേദിവസം മുന്നേ ചെയ്തു കേട്ടോ. കാരണം തലേദിവസം എനിക്ക് കുറച്ച് വേറെ പരിപാടികളുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് അടുക്കളയാണ്. അപ്പോൾ കാരണം അടുക്കള എന്നെന്നും നമ്മൾ പെരുമാറുന്ന സ്ഥലമല്ലേ. അപ്പോൾ അവിടെ മെയിനായിട്ട് തലേദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴാണ് ഇത്തിരി കൂടി നീറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ രണ്ട് ഷെൽഫും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായി. പിന്നെ ഞാൻ മെയിനായിട്ട് തലേദിവസം ഫോക്കസ് ചെയ്ത് നമ്മുടെ അടുക്കളയാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ ഒരു വലിയൊരു ഷെൽഫുണ്ട്. അത് നമ്മൾ പഴയ കാലത്തൊരു ഷെൽഫാണ്. അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ എന്താ വെച്ചാൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് കുറച്ച് സാധനങ്ങൾ വെക്കുക. അത് ഇപ്പോൾ ഇതുപോലെ നിറച്ച് അലങ്കോലമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു കുട്ടിയും അമ്മയും കൂടി അങ്ങോട്ട് പോയി. ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വളരെ ഡീപ്പായിട്ട് എനിക്ക് ക്ലീൻ ചെയ്ത് തുടച്ച് പെരുമര അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ആ ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് തീർത്തത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് ന്യൂസ് പേപ്പേഴ്സ് വെറുതെ ഒന്ന് അടിച്ച് വാരി കളഞ്ഞ് ന്യൂസ് പേപ്പേഴ്സ് വെച്ച് നമ്മുടെ ടിന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുക്കി വെച്ചു കേട്ടോ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേഗം അവിടെ നിന്ന് മാറ്റി ആവശ്യമുള്ളത് മാത്രം വെച്ച് ഒന്നും കൂടി അടക്കി പറക്കി വെക്കുകയാണ്. ഇതൊക്കെ ഇതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇത് തലേദിവസം ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര തിക്കും തിരക്ക് ബഹളത്തിൽ ചെയ്യുക കേട്ടോ. കാരണം അന്ന് ഇത് മാത്രമല്ല പണി, വേറെയും പണികളുടെ ഇടയിലാണ് ഇത് ചെയ്യുക. അപ്പോൾ നമുക്കത് വല്ലാത്തൊരു പണിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജും ഇതുപോലെ നല്ല രീതിയിൽ അടിച്ച് പറക്കി ക്ലീൻ ചെയ്ത് അതിന് തന്നെ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ നമുക്കിതുപോലെ തന്നെ ഇവിടെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇതൊരു കുട്ടി വന്നു. പിന്നെ അവളുടെ പിന്നെ നടന്നപ്പോൾ സമയമൊക്കെ പോയി. ഫ്രിഡ്ജൊക്കെ എങ്കിലും തോന്നുന്നു ഞാൻ തലേദിവസം നൈറ്റാണ് വേഗം തുടച്ചൊന്ന് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ അതിലാവശ്യമില്ലാത്ത സാധനങ്ങൾ കുറേ സാധനം നമ്മൾ ഈ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമല്ലോ. നമുക്ക് കളയാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ നേരെ വെച്ച് പിന്നെ യൂസ് ചെയ്യുന്ന വെച്ച് കുറേ സാധനങ്ങൾ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞല്ലോ. പിന്നെ ഒന്ന് നീറ്റാക്കി എടുക്കില്ല നമ്മുടെ മെയിൻ ചെയ്യുണ്ടു. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജ് വൃത്തിയാക്കൽ പെട്ടെന്നൊരു വഴിപാട് പോലെ പെട്ടെന്ന് ചെയ്തെടുത്തതായിരുന്നു തലേദിവസം നൈറ്റ്. അപ്പോൾ നമുക്കതൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വെച്ചൊന്ന് നീറ്റാക്കി എല്ലാം അടക്കി പറക്കി ഒക്കെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നനവൊക്കെ വരുമല്ലോ, അത് കാരണം ന്യൂസ് പേപ്പർ ഇടയ്ക്കൊക്കെ മാറ്റുന്നത്. പിന്നെ പഴയ ഷെൽഫാണ്, പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ കാണുമ്പോൾ. അപ്പോൾ ഉള്ളിലായാലും അതിൻ്റേതായിട്ടുള്ള ചളി പിടിച്ച പോലെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ മേലെ ഒരു സാധനം വെക്കുന്നത്. പിന്നെ ഈ സ്ലൈഡ് ചെയ്യുന്ന ഡോസാണ്. അപ്പോൾ അതായത് നമുക്ക് ഫുൾ ഒറ്റയടിക്ക് വീഡിയോ അങ്ങനെ ഇതിൽ കാണാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് സ്ലൈഡ് ചെയ്താലാണ് അപ്പുറത്തെ ഭാഗം കാണുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡബ്ബാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്ത് തീർത്തു കേട്ടോ ഞാനിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് വളരെ എല്ലാം തുടച്ച് പറക്കി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം നീറ്റായിട്ട് സെറ്റാക്കി വെക്കാനുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം മിസ്സായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നിലം ടൈലിട്ട നിലം നമ്മൾ നല്ല രീതിയിൽ അടിച്ച് കഴുകി ക്ലീൻ ചെയ്യാറുണ്ട് തലേദിവസം. അതെന്നും തലേദിവസം ഭരണിയുടെ ചെയ്യണ ഒരു കാര്യമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു അമ്മ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി തോന്നുന്നു. സാധാരണ നമ്മൾ നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഒരച്ച് കഴുകി മിനുക്കിയെടുക്കാനാണ് നമുക്ക് പറ്റിയില്ല. അത് നമുക്ക് സമയമില്ലാത്ത കാര്യം നമുക്ക് ചെയ്തില്ല കേട്ടോ. സാരില്ല, നമുക്ക് വേറൊരു ദിവസം അത് ചെയ്യാം. അപ്പോൾ ഭരണിക്കായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ നമ്മുടെ ഷെൽഫ്സൊക്കെ വൃത്തിയായിരിക്കുകയാണെങ്കിൽ അത്ര എളുപ്പമാണ്.
അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷെൽഫൊക്കെ എല്ലാം നല്ല രീതിയിൽ നീറ്റാക്കി ക്ലീൻ ആക്കിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ ഷെൽഫിന് ഏറ്റവും മേലെ കുറേ സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫും കൂടി ഉണ്ട്. പിന്നെ അത് ഞാൻ ടച്ച് ചെയ്യാൻ പോയില്ല കാരണം അതിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ ഇന്നൊന്നും തീരില്ല. അപ്പോൾ അതിനുശേഷം എന്താ അവിടെ നിലമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം കേട്ടോ. കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയമായിരിക്കും ധ്രുക്കുട്ടി ലാൻഡ് ചെയ്തു. പിന്നെ അവൾ നമ്മളുടെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അത് അവൾ തന്നെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവിടെ സെറ്റാക്കിയ ഭാഗ്യത്തിന് ഷെൽഫൊക്കെ ക്ലീൻ ചെയ്ത് കറക്റ്റ് സമയത്താണ് അവൾ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മേൽഭാഗത്ത് ബെഡ്റൂം ഞാൻ ഓടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞു സ്പേസിൽ നമ്മൾ മുന്നേ ഇട്ടിരുന്ന ഒരു സോഫയാണത്, താഴത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ മേലേക്ക് ഇട്ടു. പക്ഷെ ആരും ഒന്നും ഇരിക്കൊന്നുമില്ല. പക്ഷെ നമ്മളെന്നാലും ഇവിടെ അതിലുള്ള വീതി ഞാൻ ഇവിടെയൊക്കെ പൊടി പിടിക്കുമ്പോൾ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മേലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാനും പിന്നെ നല്ല നീറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗം ഒന്ന് നീറ്റാക്കി ക്ലീനാക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ ആരും ഒന്നും യൂസ് ചെയ്യാത്ത സാധനം തന്നെയാണ്. പിന്നെ ധ്രുവയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഷ്യനൊക്കെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് വെറുതെ പൊടി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ തുടച്ചെടുത്തത്. അങ്ങനെ എല്ലാം നീറ്റാക്കി. പിന്നെ ധ്രുവയുടെ ഫോട്ടോസൊക്കെ ഞാൻ ജനലിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പൊടി തട്ടി വെച്ചു വിട്ടു. അതുപോലെ തന്നെ വീട്ടിലുള്ള വാഷ് ബേസിൻസ് കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ വൃത്തിയാക്കിയത്. അതൊക്കെ പെട്ടെന്ന് അടുക്ക് പിടിക്കുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ തലേദിവസം ഞാൻ വൃത്തിയാക്കി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഭരണിയുടെ ക്ലീനിങ് വീഡിയോസിൻ്റെ സീരീസ് തീരുകയാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വേറെ വീഡിയോസായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.